ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ സോയ ചങ്ക്സ് കറിയാണ് കേട്ടോ. നമ്മുടെ ബീഫ് കറീൻ്റെ ഒക്കെ സെയിം ടേസ്റ്റ് കിട്ടുന്ന ഒരു കറിയാണ്. നമ്മുടെ ചോറിലേക്കാണെങ്കിലും ഗീ റൈസിലേക്ക്, ചപ്പാത്തി, അപ്പം ഇതിലേക്കൊക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സോയ ചങ്ക്സ് കൊണ്ടുള്ള കറി ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 200 ഗ്രാം സോയ ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും പകുതി എടുത്തിട്ടാണ് ഞാൻ കറി ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഞാനിതിപ്പം സോക്ക് ചെയ്ത് വെക്കുന്നത് ഒരുമിച്ച് തന്നെ അങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ നിങ്ങളിപ്പം ഇത്രയും വെച്ചിട്ട് തന്നെ കറി ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്നതിൻ്റെയൊക്കെ, അതായത് മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ അതിൻ്റെക്കാളും ഡബിളാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് സോയ ചങ്ക്സ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നല്ലപോലെ തിളച്ച വെള്ളം ചേർത്തിട്ട് ഒരു 30 മിനിറ്റ് നമ്മളൊന്ന് കുതിരാനായിട്ട് വെക്കുകയാണ്. ഒന്നെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളത്തിൽ ഇത് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എടുത്താലും മതി. ഈ 2 രീതിയിൽ ഏത് വേണേലും ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ സോയ ചങ്ക്സ് ഇതുപോലെ കുതിർത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുള്ള ഈ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു സോയ ചങ്ക്സിൽ നിന്ന് മാക്സിമം പിഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് എടുക്കണം. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കറിയാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ടും ഒന്ന് നെക്കി പിഴിഞ്ഞ് വെള്ളം കളയുന്നൊന്നുമില്ല. ഡ്രൈ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പം കുറച്ച് വലിയ വലിയ പീസായിട്ട് കാണുന്ന സോയ ചങ്ക്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ വളരെ ചെറുതായിട്ടുള്ള സോയ ചങ്ക്സ് ആണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വലുതാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇത് നമ്മൾ എടുത്തിട്ടുള്ള 200 ഗ്രാം സോയ ചങ്ക്സ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പകുതി എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കറി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുഴുവൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാലപ്പൊടികളൊക്കെ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കുക, അത്രയും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ ഈ ഒരു കറി ചെയ്യുന്നത് ഒരു പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കറിൽ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം, അതായത് ഫെനൽ സീഡ്സ് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും. നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിയ ജീരകം ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 2 ചെറിയ സവാള ഞാനിതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇത്രയും നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇതിങ്ങനെ ചതച്ച് ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നതിനേക്കാളും നല്ലത് ചതച്ചിട്ട് ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് അതും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ചേർത്തിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് പറയാം. ആദ്യം തന്നെ നമ്മളൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, നമുക്ക് അത്യാവശ്യം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണാണ്. നമ്മളിപ്പം ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കുമ്പം കുറച്ച് കൂടുതലായിട്ട് ചേർക്കുക, ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാല പൗഡറാണ്. അതും നമ്മളൊരു 1/2 ടീസ്പൂണോളമാണ് ചേർക്കുന്നത്. കൂടെ കുരുമുളക് പൊടി നമുക്കൊരു 1/4 മുതൽ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുറക്കുകയൊക്കെ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പം 200 ഗ്രാം തന്നെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. കാരണം നമ്മൾ എടുത്തിട്ടുള്ള സോയ ചങ്ക്സിൽ നിന്നും പകുതി ഞാൻ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ്, നമ്മളൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതേ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നെങ്കിൽ 2 ചെറിയ തക്കാളി, അതല്ലെങ്കിൽ ഒരു വലിയ തക്കാളി നമ്മൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുത്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്.
അപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബാണ്. അപ്പോൾ ഈ ഒരു ക്യൂബ് കൂടെ ഇതിനകത്തേക്ക് ചേർക്കുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും കാര്യങ്ങളും ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബ് മാത്രം ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തക്കാളിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സിൽ നിന്നും പകുതി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്തതിന് ശേഷം മസാലയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്ന ഡിഷസൊക്കെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മസാലയായിട്ട് 1-2 മിനിറ്റ് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സോയ ചങ്ക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മൾ മല്ലിയിലൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കറിവേപ്പില മാത്രമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് സോയ ചങ്ക്സ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിനകത്തേക്ക് ചേർക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കപ്പിനൊക്കെ പറയുകയാണെങ്കിൽ ഒരു 2 കപ്പും പിന്നെ ഒരു 1/4 കപ്പും വെച്ചിട്ട് 2.25 കപ്പ്. ഇതുപോലെ ഗ്ലാസ്സിനാണെങ്കിൽ 2 കപ്പോളം വെള്ളം. നമ്മൾ ഈ ചേർക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം നമ്മുടെ ഒരു കറിക്ക് ഗ്രേവി ആവശ്യമാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുള്ളത്. കാരണം ഇത് കുക്കായിട്ട് വരുമ്പം നമ്മുടെ ഈ ഒരു സോയ ചങ്ക്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ലിഡ് കൊണ്ട് അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാം. നമുക്കൊരു 4 വിസിൽ വരുന്നവരെ ഇതിനെ കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ സോയ ചങ്ക്സ് കുക്കായിട്ട് വരും. അതൊരു 4 വിസിൽ വന്നിട്ട് ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് സ്റ്റീം പോയിട്ടുണ്ട് പ്രഷർ കുക്കറിൻ്റെ. ഇത് തുറക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ബീഫ് കറിയൊക്കെ പ്രഷർ കുക്കറിൽ ചെയ്യുമ്പം അതിൻ്റെ ലിഡ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക നമുക്ക് കൊതിയൂറുന്ന ഒരു സ്മെല്ലാണ് ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ ലിഡ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സോയ ചങ്ക്സിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളതും മാത്രമല്ല വെന്തിട്ടില്ലേ എന്നുള്ളതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഗ്രേവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഗീ റൈസിലേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചപ്പാത്തി അപ്പം ഇതുപോലുള്ള ഐറ്റംസിലേക്കൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സമയം ഇത് ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും കേട്ടോ. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ടാണ് നമുക്ക് വേണ്ടത് എങ്കിൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്